ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ ഈ അൽത്താറയിൽ കയറ്റിയ അമ്മ മാതാവുക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 3/3/2023 ഉടമ്പടി എടുത്തതാണ്. എന്നെ ഈ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള ഒരു അമ്മാമ്മയാണ്. എൻ്റെ പേര് മേരി സനുജ. ഞാൻ കൊല്ലം ജില്ല ഇടവക പള്ളിയിലിരുന്ന് വരുന്നതാണ്, തഴവ ഇടവക പള്ളിയിൽ. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ 30 വർഷമായിട്ട് എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ എടുത്തും എനിക്ക് കുറവില്ലായിരുന്നു. ഞാൻ അലർജി രോഗത്തിനാൽ ഭയങ്കരമായിട്ട് ഞാൻ ബാധിക്കുമായിരുന്നു. അതിൽ ഞാൻ കുഴിയെ എടുത്താലേ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര അലർജി രോഗമായിരുന്നു. പൊടിയുടെ അലർജി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു. ആ കടയിൽ എനിക്ക് ഒരു തൂക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എപ്പോഴും ഈ ശ്വാസമുട്ടലുള്ള കുഴിയ കഴിക്കുന്നതും എല്ലാമായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ പ്രാർത്ഥന കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് അലർജി രോഗമുള്ള ഒരു മകളെ സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ അതിൽ എനിക്കാണ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. അതേസമയം എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരയ്ക്ക് 1.5 വർഷമായിട്ട് ഈ അലർജി രോഗത്തിൻ്റെ കുഴിയും എടുക്കത്തില്ലായിരുന്നു. അത് എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് സുഖം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഒരു കിടപ്പാടം ഇല്ലായിരുന്നു. 9 വർഷമായിട്ട് 30 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ 9 വീടുകൾ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ മദ്യപാന ഒരു ഭർത്താവായിട്ട് എത്ര വീടുകളിൽ മാറിപ്പോയാലും അവിടെ ഇരുത്തത്തില്ലായിരുന്നു. അവിടെ എന്നും വഴക്കും ചണ്ടയുമായിട്ടിരുന്ന് അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ മാറിപ്പോയി 9ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പോയി പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കിടപ്പാടം ഉണ്ടാവണം, എനിക്കൊരു ഭൂമി വാങ്ങിക്കാനുള്ള എനിക്ക് അമ്മ മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ വച്ചിരുന്നു. അതേസമയം അത് ഇപ്പോഴാണ് എനിക്കത് ലഭിച്ച് കിട്ടിയത്. ഞാൻ ഒരു ദിവസം ഈ യൂട്യൂബിൽ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന സമയം രാവിലെ 5:30 മണിക്കുള്ള പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറയുമായിരുന്നു, ഒത്തിരി നാളായിട്ട് ഉടമ്പടിയിൽ വെച്ച് ജീവിക്കുന്ന ഒരു മകളുടെ കാര്യം 7-ാം തീയതി അന്ന് നിറവേറ്റി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 7-ാം തീയതി എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിച്ച് അങ്ങനെ അന്ന് തന്നെ എനിക്ക് ആ 7-ാം തീയതി എനിക്കത് ലഭിച്ച് കിട്ടി. ആ ഭൂമി വാങ്ങിക്കാനായിട്ട് എനിക്ക് സഹായിച്ച്. ഇപ്പം ഇനി വീട് വയ്ക്കാനുള്ള കാശില്ല, എന്തായാലും അമ്മ ഈശോയും എനിക്ക് സഹായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, 102 അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, കൃപാസന ഗ്രൂപ്പ്. ആ കൃപാസന ഗ്രൂപ്പിൽ ഞങ്ങൾ മാസം അതിൽ കാശിട്ട് ഓരോരോ പിരിവെടുത്ത് വയ്യാത്ത ആൾക്കാർക്കെല്ലാം കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു പരഗതിയും ഇല്ലാത്ത ആൾക്കാർക്ക് അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അനാദി മഠത്തുകൾ കൊണ്ട് തുണിയും, ഞങ്ങൾക്ക് ഒരു തുണിക്കട ഉള്ളത് കൊണ്ട് തുണികളും കൊണ്ടു കൊടുക്കും. പിന്നെ കടയിൽ വന്ന് ചോദിക്കുന്ന സമയം എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളും തുണികളും എടുത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോകുന്ന എന്നൊക്കെ ഉടമ്പടി എടുത്ത് പോകുന്നു അന്നെല്ലാം ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ കൊണ്ട് അവിടെ പോയി രോഗികളെ സന്ദർശിച്ച് അവിടെ പോയി എല്ലാവർക്കും തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പത്രം കൊടുക്കുമായിരുന്നു. അത് എന്നും അവർ അവിടെ പോയി ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോകുന്ന ദിവസം എല്ലാം ഞാൻ പോയി അത് ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ യൂട്യൂബിൽ എന്നും ചൊവ്വാഴ്ച ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥന കൂടും. അത് മുടക്കം വയ്ക്കത്തില്ല. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയും കൂടും. പിന്നെ അല്ലാതെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് നന്മകൾ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നിട്ടുണ്ട്. രാവിലെ തന്നെ എനിക്ക് കടയിലെ കച്ചവടം ഇല്ല. ഞാൻ എന്നും പോകുമ്പോൾ ഞാൻ ഉപ്പും തൈലമും ഇട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഇന്നത്തെ കാര്യം എങ്ങനെയായിരുന്നാലും എനിക്ക് നടത്തി തരണം അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സമയം എനിക്ക് തന്നെ അറിയത്തില്ല, അവിടെ പോയാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരും. അങ്ങനെ കടയിലെ കച്ചവടം ഇല്ല. എങ്ങനെയാവുത് ആ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല. ആ കാര്യങ്ങളെല്ലാം നടത്തി അമ്മമാത് ഇതുവരേക്കും എനിക്ക് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആ കടയിലെ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കടങ്ങളും ഉണ്ട്. അതേസമയം എനിക്ക് ആ ചിട്ടികളും എല്ലാം കൊടുക്കണമെങ്കിൽ ഒരുപാട് പാടുപെടുന്നു. എന്നാൽ അതെല്ലാം ഞാൻ എങ്ങനെയായിരുന്നാലും മറിച്ചെടുത്ത് എങ്ങനെയായാലും അന്നന്ന ദിവസമുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു. ഇപ്പം കട വിൽക്കാനായിട്ട് ഞാൻ ഇരിക്കുക, അത് നടക്കുന്നില്ല. എനിക്ക് അമ്മയും ഈശോയും നടത്തി തരണം ഞാൻ ഉറച്ച വിശ്വാസത്തിൽ ഇരിക്കുക. പിന്നെ ഒരുപാട് ഞാൻ രോഗികളെ സന്ദർശിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അനാദി മഠത്തുകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പരിശുദ്ധ പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് വീടുകളിലും കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും ട്രെയിനിൽ പോകുമ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ കൊടുക്കുമായിരുന്നു. അല്ലാതെ
ബസ്സിൽ പോകുമ്പോൾ ബസ്സുകളിൽ കോളേജിൽ പിള്ളേരുകളുള്ളത് അവർക്ക് കൊടുത്ത് ഞാൻ പറഞ്ഞ് മോളെ ഇത് പഠിച്ചോ, നിനക്ക് നല്ലത് വരുത്തും, നല്ല പഠിത്തം കിട്ടും, മോൾ ഇത് വിശ്വസിച്ച് പഠിച്ചോ എന്ന് ചൊല്ലിട്ട് പറയും. ആ പിള്ളേരെല്ലാം എല്ലാവരും വിശ്വാസത്തോടെ വാങ്ങിച്ച് ആ ബസ്സിലിരുന്ന് തന്നെ ഓരോരുത്തരും വായിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ ഈ പത്രം ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. ஆனால் ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. ഞാനത് കൊണ്ടുപോയി എല്ലാവർക്കും കൊണ്ട് സന്തോഷത്തോടെ കൊണ്ട് കൊടുക്കും, എല്ലാവരും വാങ്ങിക്കും. പിന്നെ അല്ലാതെ ഒരുപാട് അനുഗ്രഹം തന്ന ഈ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എന്നും ഈ ഉടമ്പടിയിലായിരുന്ന് ജീവിക്കും എന്ന് ഞാനും എൻ്റെ കുടുംബമോ എന്ന് ഈ ഉടമ്പടിയിലായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.